പിതാനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവായ ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധനും ഗ്രോസ്നേഹനികാമറതും പോന്തിയോസ് പിലാത്തോസിന്റെ കരുത്തിൽ പീഡയിൽ സഹിച്ച് കുരിശിത്തറകേട് മരിച്ചടക്കപ്പെട്ട് പാതാളം കൊണ്ടുപോയ മരിച്ചവരുടെ മൂന്നാം നാളിൽ ഒരു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവേ ദൈവത്തിൻ്റെ ബലത്തിൽ പാതിരിക്കുന്ന അവിടുന്ന് ജീവിക്കുന്നവരും മരിച്ചവരും വിധിക്കുന്നവരും അന്വേഷത്തിന് പരിശുദ്ധന്മാർ അന്വേഷിക്കുന്നു. പുസ്തകത്തിൽ വികസനം പുണ്യമതേക്കുന്ന പാവങ്ങളും മോചനത്ത ശരീരത്തിൻ്റെ ഏർപ്പെടുത്തമായ ജീവിതത്തിൻ്റെ അന്വേഷണമേ സ്വർഗസ്നേഹം ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം എഴുതമേ. ഞങ്ങളുടെ രാജ്യം വേണമേ. ഞങ്ങളുടെ തിരുമണി സ്വർഗത്തെ ഫലം വേണമേ. അന്നു വേണമെന്നറിയുന്ന ഞങ്ങൾക്ക് ധർമ്മം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നവരെ ഞങ്ങൾ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മെന്ന് ഞങ്ങളെ രക്ഷിമേമ. നന്മ നല്ല സൃഷ്ടികർത്തവങ്ങളോട് സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദ്രത്തും ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പരിശുദ്ധ മറിയമ്മേ പാപികളായ ഞങ്ങൾക്കുണ്ട് ഇപ്പോഴാണ് മരണസംസ്ഥ തമ്പുരാനോട് അപേക്ഷമേമ. യേശയ്യ 44 21 23 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബിനെ ഇവ ഓർക്കുക, ഇസ്രായേൽ ഓർമ്മിക്കുക. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞ പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കും. എന്നിലേക്ക് തിരിച്ച് വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആകാശങ്ങളെ സ്തുതി പാടുക, കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പ് വിളിക്കുക, പർവ്വതങ്ങളെ വൃക്ഷങ്ങളെ ആർത്തുപാടുക. കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്.